തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ ടി.വി.കെ മന്ത്രിസഭാ രൂപീകരണത്തിന് വഴിയൊരുങ്ങുന്നു. കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെറു പാർട്ടികളെ പാളയത്തിലെത്തിക്കാനുള്ള തിരക്കട്ട നീക്കത്തിലാണ് ടി.വി.കെ. വിജയെ പിന്തുണയ്ക്കുന്നതിൽ അണ്ണാ-ഡി.എം.കെയിൽ നേതാക്കൾ രണ്ട് തട്ടിലാണ്. വിജയുടെ സത്യപ്രതിജ്ഞ നാളെ നടന്നേക്കുമെന്നാണ് സൂചന. ഗവർണർ നയം വ്യക്തമാക്കിയതോടെ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് വേഗം കൂട്ടുകയാണ് ടി.വി.കെ. 5 അംഗങ്ങളുള്ള കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായതോടെ വിജയ്ക്കൊപ്പം നിൽക്കുന്നവരുടെ എണ്ണം 112 അപ്പോഴും കേവല ഭൂരിപക്ഷത്തിന് 5 പേരുടെ പിന്തുണ കൂടി വേണം. ഇതിനായി ഇടതു പാർട്ടികളുടെ പിന്തുണ ടി.വി.കെ തേടിയിട്ടുണ്ട്. CPIM-നും CPI-ക്കും 2 വീതം അംഗങ്ങളാണുള്ളത്. വിജയെ പിന്തുണയ്ക്കുന്നതിൽ ഇടതു പാർട്ടികൾ ഇതുവരെ അന്തിമ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സഖ്യത്തെ നയിച്ച DMK-യെ കൈവിടുന്നതിൽ ധാർമ്മിക പ്രശ്നം ഇടതു നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വിജയ് NDA-ക്ക് കൈകൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പുറമേ നിന്നുള്ള പിന്തുണയോ ഭൂരിപക്ഷം തെളിയിക്കുമ്പോൾ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യമോ ഇടതു പാർട്ടികൾ പരിഗണിക്കുന്നുണ്ട്. നാളെയാകും അന്തിമ തീരുമാനം. NDA സഖ്യകക്ഷിയായ PMK-ക്ക് 4 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന് പുറമെ PMK കൂടി പിന്തുണച്ചാൽ ടി.വി.കെ പക്ഷത്തെ MLA-മാരുടെ എണ്ണം 116 ആകും. പക്ഷേ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിലെ പ്രാതിനിധ്യമടക്കം പരിഗണിച്ചാകും അൻപുമണി രാംദാസിന്റെ തീരുമാനം. വിജയെ പിന്തുണയ്ക്കുന്നതിൽ കടുത്ത ഭിന്നതയാണ് AIADMK-യിൽ. ടി.വി.കെയുമായി കൈകൊടുക്കേണ്ടതില്ലെന്ന നിലപാടിൽ എടപ്പാടി പളനിസ്വാമി ഉറച്ചു നിൽക്കുമ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സഖ്യം വേണമെന്ന നിലപാടിലാണ് വലിയൊരു വിഭാഗം. ഇതിനിടെ ടി.വി.കെ നേതാവ് N. ആനന്ദ് എടപ്പാടിയുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടി. ജനവിധിയെ മാനിച്ച് മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയ DMK വിജയ് ഭരിക്കട്ടെ എന്ന നിലപാടിലാണ്. എന്നാൽ ഇത്രയും നാൾ ചേർത്ത് നിർത്തിയ കോൺഗ്രസ് കാട്ടിയത് നീതികേടാണെന്ന വികാരവും DMK നേതാക്കൾക്കുണ്ട്. ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സാവകാശം ആവശ്യപ്പെട്ട് വിജയ് ഇന്നലെ ഗവർണർക്ക് കത്തയച്ചിരുന്നു. പുറത്തുനിന്നുള്ള പിന്തുണയോടെയും ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയിച്ച 2 സീറ്റുകളിലൊന്നായ തിരുച്ചി ഈസ്റ്റിൽ നിന്നും വിജയ് ഒഴിയുമ്പോൾ പകരം നടി തൃഷ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുൻ IS ഉദ്യോഗസ്ഥൻ U. സഗായത്തിനെയാണ് ടി.വി.കെ പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.